നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. കാത്തിരിപ്പ് സമയം കുറഞ്ഞു. അയർലൻഡിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായുള്ള ദേശീയ ശരാശരി കാത്തിരിപ്പ് സമയം കുറഞ്ഞു. 10.4 ആഴ്ചയായാണ് കുറഞ്ഞിരിക്കുന്നത്. മോർട്ട്ഗേജ് അംഗീകാരങ്ങളുടെ മൂല്യം വർദ്ധിച്ചു. അയർലൻഡിൽ മോർട്ട്ഗേജ് അംഗീകാരങ്ങളുടെ മൂല്യം വീണ്ടും ഉയർന്നു. ജൂലൈയിൽ അംഗീകാരങ്ങളുടെ മൂല്യം ഏകദേശം 1.8 ബില്യൺ യൂറോ ആയിട്ടാണ് ഉയർന്നത്. 2011 ശേഷം ആദ്യമായിട്ടാണ് ഈ നേട്ടം. ആശുപത്രിയിലെ മരണനിരക്ക് കുറഞ്ഞു. അയർലൻഡിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രികളിൽ മരണമടയുന്നവരുടെ എണ്ണം കുറഞ്ഞു. സ്ട്രോക്ക്, ന്യൂമോണിയ എന്നിവയെ തുടർന്നുള്ള മരണനിരക്കിലും കുറവുണ്ട്. ഗാസയിൽ നിന്നുള്ള പാലസ്തീൻ വിദ്യാർത്ഥികളുടെ ആദ്യ സംഘം അയർലൻഡിൽ. 26 കുട്ടികളാണ് ഡബ്ലിൻ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയത്. നാളെയും മറ്റന്നാളും കൂടുതൽ കുട്ടികൾ രാജ്യത്ത് എത്തും. അയർലൻഡിന്റെ സമ്പത്തിന്റെ പകുതിയോളം കൈവശം വയ്ക്കുന്നത് ധനികരായ 10% കുടുംബങ്ങളെന്ന് സെൻട്രൽ ബാങ്ക്. അയർലൻഡിലെ സമ്പന്ന കുടുംബങ്ങളുടെ മൊത്തം ആസ്തി 1247 ബില്യൺ യൂറോ ആയി ഉയർന്നു. അയർലൻഡിൽ നഴ്സിംഗ് ഹോമുകളുടെ ചട്ടലംഘനം തുടർക്കഥയാകുന്നു. പ്രായമായവർക്കായുള്ള 10 നഴ്സിംഗ് ഹോമുകൾ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെന്ന് ഇക്വയുടെ കണ്ടെത്തൽ. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെ HSEയിൽ നിയമിക്കുന്ന വിഷയത്തിൽ പ്രതികരിച്ച് ആരോഗ്യമന്ത്രി ജെന്നിഫർ കരോൾ മക്നീൽ. ഇക്കാര്യത്തിൽ സർക്കാർ അനുകൂല സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളിൽ കത്തി ആക്രമണങ്ങൾ വർദ്ധിച്ചു. അയർലൻഡിൽ കത്തി ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ കൂടുതലായി നടക്കുന്നത് വീടുകളിലെന്ന് പോലീസ് റിപ്പോർട്ട്. അതേസമയം സ്ട്രീറ്റുകൾ പോലുള്ള പൊതുസ്ഥലങ്ങളിൽ നടക്കുന്ന കത്തി ആക്രമണങ്ങൾ കുറഞ്ഞു. അംഗത്തിന് ബില്ലി കെല്ലഹർ. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോർക്ക് MEP ബില്ലി കെല്ലഹർ ഫിയന്ന ഫെയിലിന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള നാമനിർദ്ദേശത്തിന് പിന്തുണ തേടി. ലൗത്തിൽ വാഹനാപകടം. കൗണ്ടി ലൗത്തിൽ ബൈക്കും വാനും കൂട്ടിയിടിച്ച് അപകടം. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ബൈക്കും വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഹൂതി പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തിൽ ഹൂതി പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. സനയിൽ നടത്തിയ ആക്രമണത്തിലാണ് റഹാവി ഉൾപ്പെടെയുള്ള ഉന്നതർ കൊല്ലപ്പെട്ടത്. തായ്ലൻഡ് പ്രധാനമന്ത്രി പെയ്തോങ് താൻ ഷിനവത്രയെ പുറത്താക്കി. കംബോഡിയൻ മുൻ ഭരണാധികാരിയുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ പേരിലാണ് നടപടി. വോട്ടർ അധികാർ യാത്രക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച യുവാവ് അറസ്റ്റിൽ. ദർഭംഗ സ്വദേശി മുഹമ്മദ് റിസ്വിയാണ് അറസ്റ്റിലായത്. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം. ഇന്ന് പുലർച്ചെ ചമോദി, രുദ്രപ്രയാഗ് ജില്ലകളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. 3 പേരെ കാണാതായി. ADGP MR അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചീറ്റ് റിപ്പോർട്ട് നൽകിയത് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെയെന്ന് രേഖകൾ. ആഭ്യന്തര വകുപ്പിന് വിജിലൻസ് കൈമാറിയ രേഖയിലാണ് ഇക്കാര്യമുള്ളത്. വ്യാജ തിരിച്ചറിയൽ ID ഉണ്ടാക്കി ഉപയോഗിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് വ്യാജ IDകൾ ഉപയോഗിച്ചത്. ഇംഗ്ലണ്ടും അയർലൻഡും നേർക്കുനേർ. 2020 മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിൽ അയർലൻഡ്. അടുത്ത മാസം 17, 19, 21 തീയതികളിലാണ് ഡബ്ലിനിൽ ഇംഗ്ലണ്ടും അയർലൻഡും തമ്മിലുള്ള മത്സരങ്ങൾ. നീരജ് ചോപ്രയ്ക്ക് വെള്ളി. ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ഫൈനലിലെ ജാവലിംഗ് ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി. ജർമ്മനിയുടെ ജൂലിയൻ വെബർ ചാമ്പ്യനായി. അയർലൻഡിൽ അസ്ഥിര കാലാവസ്ഥ. അയർലൻഡിൽ ഈ വാരാന്ത്യം അസ്ഥിര കാലാവസ്ഥ. ഇന്നും അടുത്ത 2 ദിവസവും മഴയും വെയിലും ഇടകലർന്ന കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ. വടക്കൻ കേരളത്തിൽ മഴ കനക്കുന്നു. 2 ദിവസം അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindiependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.